11-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കുവാൻ കഴിഞ്ഞാൽ ആമേൻ നല്ലതായിരിക്കും. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ആമേൻ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ വിശ്വാസത്തിന്റെ ആമേൻ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടാണ്. താഴോട്ട് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്താൽ ഹാബേലിനെ കാണാൻ പറ്റും, വിശ്വാസത്താൽ ഹാനോക്കിനെ കാണാൻ പറ്റും, വിശ്വാസത്താൽ നോഹയെ കാണാൻ പറ്റും, വിശ്വാസത്താൽ മോശയെ കാണാൻ പറ്റും. ഇങ്ങനൊരു വലിയൊരു പട്ടിക ആമേൻ എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം നാം പഠിക്കുമ്പോൾ കാണുവാനിടയായി തീരും. ഞാൻ ഇന്ന് രാത്രി ചില ദിവസങ്ങളായി ദേവദാസൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിക്കുകയും ആമേൻ അതിന്റെ പോസ്റ്ററുകൾ ഇട്ട് തരികയും ആമേൻ ആ മീറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് ആമേൻ ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ നടക്കപ്പെടേണ്ടതുണ്ട്. നാം കേട്ട ചില വാഗ്ദത്തങ്ങൾ, ഒരുപക്ഷെ ദൈവം നമ്മോട് പറഞ്ഞതായ ചില ദൈവശബ്ദങ്ങൾ, ആമേൻ ഒരുപക്ഷെ ദർശനങ്ങളിലൂടെ വെളിപ്പാടുകളിലൂടെ നാം പ്രാപിച്ചിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ, ആമേൻ അഭിഷക്തന്മാരിലൂടെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, കർത്താവിനോട് പറഞ്ഞു പെൻഡിങ് ആയി കിടക്കുന്ന ആമേൻ മുടങ്ങിക്കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഈ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി കാണുകയാണ്. ആമേൻ ഈ ദിവസങ്ങൾ അത് ദൈവം ഓപ്പൺ ആക്കുകയാണ്. ആമേൻ ചിലർ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചു, ചിലർ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. ആമേൻ നമുക്കറിയാം ഈ ഭാഗം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പഴയ നിയമത്തിലെ ഭക്തന്മാർ ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് കേട്ടു. പക്ഷേ അവർക്ക് വരാൻ പോകുന്ന മശിഹയെ കാണാൻ കഴിയാതെ ചിലർ അത് ആമേൻ ദൂരവേ നിന്ന് അത് കണ്ട് അഭിനന്ദിച്ച് ആമേൻ മരിച്ചു. പക്ഷേ അവർ മരിച്ചത് വിശ്വാസത്താലാണ് മരിച്ചത്. അവർ തളർന്നു പോയില്ല, ക്ഷീണിച്ചു പോയില്ല. ആമേൻ മത്തായി സുവിശേഷം നാം പഠിക്കുമ്പോൾ ഏറിയ പ്രവാചകന്മാരിലും നീതിമാന്മാരിലും വെച്ച് നമ്മളാണ് ഭാഗ്യവാന്മാർ. കാരണം നമുക്ക് കാണേണ്ടവനെ കാണാൻ ദൈവം കൃപ നൽകി, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ രക്ഷിതാവിനെ കാണാൻ നമുക്ക് കൃപ നൽകി, ആ വാഗ്ദത്ത മശിഹായെ കാണാൻ നമുക്ക് ദൈവം കൃപ നൽകി. ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആമേൻ ഞാൻ ആത്മാവിൽ പറയാം, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ഈ ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ക്രിസ്തുവിനെ നേടാൻ കഴിഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. ഹല്ലേലൂയ. എന്നാൽ ചില മേഖലകളിൽ ആമേൻ ദൈവം പറഞ്ഞതായ ചില വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആയി കിടക്കുന്നെങ്കിൽ ഈ രാത്രിത്തെ മീറ്റിംഗിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ദൈവജനത്തെ നോക്കി പ്രവചിക്കുകയാണ്. ആമേൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ് ആമേൻ ചില മുടങ്ങിക്കിടക്കുന്ന വാഗ്ദത്തങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു കാഴ്ച കർത്താവിന്റെ ആത്മാവ് എന്നെ കാണിക്കുകയാണ്. ആമേൻ എന്നെ ശ്രദ്ധിക്കുക. നമുക്ക് ചില നിമിഷങ്ങൾ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാം. ഹല്ലേലൂയ. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. കണ്ടു, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. ആമേൻ അതിന്റെ മുകളിൽ 11-ാമത്തെ വാക്യം ആമേൻ വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. ആമേൻ നിർജീവമായ ഗർഭപാത്രത്തിനകത്ത് ആമേൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, ഒരിക്കലും സംഭവിക്കത്തില്ലെന്നെടുത്ത് പറഞ്ഞെടുത്ത് ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തം ആമേൻ ആ ഫാമിലിക്കകത്ത് ഇറങ്ങിച്ചെന്നപ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്തം ആ ഫാമിലിക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ നിർജീവമായത് ജീവൻ പ്രാപിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നിർജീവമായി കിടക്കുന്ന ചില മേഖലകൾ, അഭിഷക്തന്മാരെ അഭിഷക്തകളെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ആമേൻ വാഗ്ദത്തമുള്ള തലമുറയുടെ മേൽ അതിന്റെ മേൽ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുന്ന രാത്രികാലമാണ്. ഹല്ലേലൂയ. ആമേൻ അതുകൊണ്ട് ആമേൻ താഴോട്ട് പറയുന്നു, മൃതപ്രായവനായവന് തന്നെ ആമേൻ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. 12-ാം അധ്യായത്തിൽ ഒരു വലിയ വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകത്തിൽ കേട്ടിട്ടാണ് നമുക്കറിയാം അബ്രഹാം ദൈവത്തിന്റെ ആമേൻ ആലോചന അനുസരിച്ച് ഇറങ്ങിത്തിരിക്കുന്നത്. 11-ാം അധ്യായത്തിൽ വാഗ്ദത്തം കേട്ട അബ്രഹാം
ആമേൻ 11, 12, 13 അധ്യായത്തിൽ ദൈവം ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ 15-ാമത്തെ അധ്യായത്തിൽ ആമേൻ അബ്രഹാമിനെ ദൈവം പുറത്തു കൊണ്ടുപോയി ആമേൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. എണ്ണാമെങ്കിൽ എണ്ണിക്കോളാൻ പറഞ്ഞു. കടലിലെ മണൽത്തരികളെ കാണിച്ചു കൊടുത്തു. എണ്ണാമെങ്കിൽ എണ്ണിക്കോളാൻ പറഞ്ഞു. ആമേൻ ചില സമയത്ത് ദൈവം സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ, ചില സമയത്ത് കേട്ട വാഗ്ദത്തത്തിനകത്ത് ദൈവശബ്ദം കേൾക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലെ, അത് ദൈവം മറന്നതല്ല. ആമേൻ ദൈവം ആ വാഗ്ദത്തം ആമേൻ മാറ്റിവെച്ചിരിക്കുന്നതല്ല. ആമേൻ ഇതുവരെയും നമ്മുടെ കുടുംബക്കാർ കണ്ടിട്ടില്ലാത്ത, ദേശക്കാർ കണ്ടിട്ടില്ലാത്ത, ആമേൻ നമ്മുടെ കൂടപ്പുറപ്പുകൾ കണ്ടിട്ടില്ല ഒരു ദൈവ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ചില മേഖലകൾ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് താമസിപ്പിക്കുന്നത്. 2026 ആമേൻ ഈ ആമേൻ ഓഗസ്റ്റ് മാസത്തിലും ചില വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വരാൻ പോകുന്ന 4 മാസത്തിനകത്ത് ആമേൻ അവൻ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. പ്രായം കഴിഞ്ഞിട്ടും ആമേൻ നിർജീവമായി കിടക്കുന്ന ആമേൻ ആ ഗർഭപാത്രത്തെ ദൈവത്തിന് ആമേൻ ഒരു പുത്രനെ ഉളവാക്കുവാൻ, പുത്രോത്പാദനം നടത്തുവാൻ, ആമേൻ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവമായ അവസ്ഥയ്ക്ക് ആമേൻ ജീവൻ കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഏതൊക്കെയോ ഭവനങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. നടക്കത്തില്ലെന്ന് പറയുന്ന, സംഭവിക്കത്തില്ലെന്ന് പറയുന്ന, ഇനി ഒരു ജീവൻ ഇല്ലെന്ന് ആമേൻ എഴുതി വച്ചിരിക്കുന്ന മേഖലയിൽ ഇന്ന് രാത്രി വാഗ്ദത്തം വന്ന് വീണാൽ അവിടെ ഒരു പുതുജീവൻ വന്ന് വീഴും. അവിടെ ഒരു പുതിയ ജനനമുണ്ടാകും. അവിടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ മാന്യത വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നമുക്കറിയാം 11-ാം അധ്യായം ഇങ്ങനെ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് അബ്രഹാമിനെ കാണാൻ പറ്റും. ആമേൻ അവിടെ നോഹയെ കാണാൻ പറ്റും. ആമേൻ അവിടെ ഹാനോക്കിനെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന് താഴോട്ട് ആമേൻ ഈ 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ചിലരെ കുറിച്ച് ആമേൻ പറയാൻ ഈ അധ്യായം പോരാ എന്ന് ആമേൻ പൗലോസ് പറയുന്നുണ്ട്. ആമേൻ അതിനകത്ത് ദാവീദിനെ കുറിച്ചും ബാരക്കിനെ കുറിച്ചും ആമേൻ മറ്റ് ആമേൻ ശമൂവേൽ പ്രവാചകനെ കുറിച്ചും ഒന്നും പറയാൻ ആമേൻ സമയം പോരാ. ആമേൻ ഇനിയും ആമേൻ താഴോട്ട് ആമേൻ പൗലോസ് പറയുകയാണ് ഒരുപാട് പേരെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ ഇവരെല്ലാവരും, അതാണ് ഇന്ന് രാത്രിത്തെ ചിന്താവിഷയം, ഇവരെല്ലാവരും വാഗ്ദത്തം കേട്ടിട്ട് ആമേൻ വാഗ്ദത്തം കേട്ടിട്ട് അത് ദൂരെ നിന്ന് കണ്ടു. ആ ദൂരെ നിന്ന് കണ്ടിട്ട് അവർ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ സ്ഥലം പരദേശികളായി ഞങ്ങൾ പാർക്കുകയാണ്, ഞങ്ങൾ ഇവിടെ അന്യരാണ്. ആമേൻ. എന്നാൽ അപ്പുറത്ത് അവർ കാണുകയാണ്, കേട്ട വാഗ്ദത്തത്തിന്റെ ഒരു ഭയങ്കര നിത്യത അവർ കാണുകയാണ്. ആമേൻ. ആ നിത്യ കൂടാരം അവർ കാണുകയാണ്, ആ നിത്യ ഭവനം അവർ കാണുകയാണ്. ആമേൻ. അവിടേക്ക് അവർ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിനിടയിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു വലിയൊരു കാര്യം ആ 13-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ തന്നെ അവർ മരിച്ചു. ഹല്ലേലൂയ. വിശ്വാസത്താൽ തന്നെ അവർ മരിച്ചു. അവരുടെ ജീവിതത്തിൽ നേരിട്ട പ്രതികൂലങ്ങൾക്കകത്ത് ഒരിടത്ത് പോലും ആമേൻ അവരുടെ വിശ്വാസം കുറഞ്ഞുപോയില്ല. നമുക്കറിയാം ഈ അന്ത്യനാളിൽ പലരുടെയും വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ, ചെറിയ ചെറിയ വേദനകൾ, ശോധനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ നേരിടുമ്പോൾ പലരുടെയും പ്രാർത്ഥന കുറഞ്ഞു പോകുന്നു, ആരാധന കുറഞ്ഞു പോകുന്നു, ദൈവസ്നേഹം കുറഞ്ഞു പോകുന്നു, ആമേൻ വിശുദ്ധി കുറഞ്ഞു പോകുന്നു. പക്ഷെ നമുക്കറിയാം ഈ ദൈവഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിൽ ആമേൻ അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരല്പം പോലും കുറഞ്ഞു പോയില്ല. ആമേൻ. ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെ ആ തീച്ചൂളയുടെ വെല്ലുവിളി വന്നപ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിച്ചതേ ഉള്ളൂ. ആമേൻ. ദാനിയേൽ 6 കാണുമ്പോൾ ദാനിയേലിന്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്ക് വിരോധമായി രേഖ എഴുതുമ്പോൾ ദാനിയേലിന്റെ വിശ്വാസം വർദ്ധിച്ചതേ ഉള്ളൂ. ആ സിംഹക്കുടിയിലോട്ട് ഇടുമ്പോഴും ആമേൻ ദാനിയേലിന്റെ വിശ്വാസം വർദ്ധിച്ചതേ ഉള്ളൂ. അങ്ങനെ മുൻപിലോട്ടും പുറകിലോട്ടും നമ്മൾ പഴയ നിയമം പഠിച്ചു നോക്കിയാൽ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കകത്ത് ആരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയില്ല. വിശ്വാസത്തിൽ നിന്ന് ഒരല്പം പോലും കുറഞ്ഞു പോയില്ല. എന്നാൽ ഇന്ന് നമ്മുടെ പുതിയ നിയമ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിന്റെ പരിശോധന, ഒരു അഗ്നി പരിശോധന, പത്രോസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു അഗ്നി പരിശോധന നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന നേരിട്ട് കഴിഞ്ഞാൽ പലരുടെയും പ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. പലരുടെയും വിശ്വാസം കുറഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഈ രാത്രിത്തെ സൂം മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. കഷ്ടതകൾ എന്തും വരട്ടെ, പ്രതികൂലങ്ങൾ എന്തും വരട്ടെ, നമ്മളെ കൂടെ ഇരിക്കുന്നവർ മാറിപ്പോകട്ടെ. ആമേൻ. നമ്മൾ വിശ്വസിക്കുന്നവർ മാറിപ്പോകട്ടെ. ആമേൻ. കേട്ട വാഗ്ദത്തങ്ങൾക്ക് ഡിലേ ഉണ്ടാകട്ടെ. ആമേൻ. പ്രവചിച്ച പ്രവാചകന്മാർ മാറിപ്പോകട്ടെ. പക്ഷെ ദൈവത്തിന്റെ പൈതലെ, ആമേൻ, നിന്നോടും എന്നോടും എന്റെ കർത്താവാണ് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ആ വാഗ്ദത്തം മാറിപ്പോകത്തില്ലെന്ന് ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ഈ ദൂത് പറയുമ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു.
ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അവരെല്ലാം മാറിപ്പോയി കാണും. പക്ഷേ ആമേൻ, വാഗ്ദത്തം ചെയ്തവൻ മാറിപ്പോകത്തില്ല. ആമേൻ. ചിലർ ദൂരെ നിന്ന് കണ്ടു, ചിലര് അതിനെ കണ്ട് അഭിനന്ദിച്ചു. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നത്, ആമേൻ, വാഗ്ദത്തം ദൂരെ നിന്ന് രാത്രി കാണുകയല്ല, അതിനെ അഭിനന്ദിക്കുകയല്ല. ആമേൻ, ഇന്ന് രാത്രി അനുഭവിക്കാൻ പോവുകയാണ്. ഇതിനകത്തിരിക്കുന്ന ചിലര് ആമേൻ, പരിശുദ്ധാത്മാവിനാൽ നിയോഗത്താൽ ദൂത് പറയുന്നു. ആമേൻ, നീ മരിച്ചു പോകാതിരുന്നത്, നീ ആ വിഷയത്തിനകത്ത് തകർന്നു പോകാതിരുന്നത്, കഴിഞ്ഞ നാളുകളിൽ ഉടഞ്ഞു പോകാതിരുന്നുണ്ടെന്നറിയാവൂ. ഒരു മഹത്തായ വാഗ്ദത്തം ആമേൻ നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്നു. ആമേൻ. ദൈവവിളി ഉള്ളവർ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ആമേൻ. എവിടെയോ ചില വാക്കുകളുടെ മുൻപിൽ ഒതുങ്ങിപ്പോയ ചില വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു. ഇന്ന് രാത്രി തട്ടി ഉണർത്താൻ, ആമേൻ, കനലിൽ ചുട്ട അപ്പവും തുരുത്തിയിലെ വെള്ളവുമായി ഏലിയാവിന്റെ അടുക്കൽ വന്ന ദൂതൻ ഇന്ന് രാത്രി ഏതൊക്കെയോ വീടുകൾക്കകത്ത് ഇറങ്ങി വരികയാണ്. അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ട്, ആമേൻ, എന്നെ കൊണ്ട് ഇനി വയ്യ, എന്നെ കൊണ്ട് ഇനി പ്രവർത്തിക്കാൻ വയ്യ, എന്നെ കൊണ്ട് ഇനി ശുശ്രൂഷിക്കാൻ വയ്യ, എന്നെ കൊണ്ട് മുൻപോട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് പലപ്പോഴും തളർന്നു പോയ ചിലരോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ആമേൻ, നിനക്കൊരു ദീർഘയാത്രയുണ്ട്. ആമേൻ, ചിലരെ ഇനി അഭിഷേകം ചെയ്യാനുണ്ട്, ചിലരെ എഴുന്നേൽപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇടപെടുന്നു ഇന്ന് രാത്രി. ആമേൻ. ആ തൈലം ദൈവസഭയുടെ മേൽ വീഴട്ടെ, അഭിഷേകമുള്ളതിന്റെ മേൽ വീഴട്ടെ. അല്പസമയം കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചേ. ജയമെടുക്കുകയാണ്. ആമേൻ. ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. സുബിൻ എന്ന് ആമേൻ ഇതിൽ വന്നിരിക്കുന്ന അഭിഷക്തനോട് പറയുന്നു. ആമേൻ. ആ ഫാമിലിയോട് പറയുന്നു. ആമേൻ. ദൈവ നിയോഗത്തിനകത്ത് ഇന്ന് രാത്രി പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആ ദൈവിക വിളിക്കകത്ത് കയറുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ആമേൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു ഉന്നത വിളിക്കകത്ത് ദൈവം നിർത്തിയിരിക്കുകയാണ്. ഒരു ഉന്നത വിളിക്കകത്ത് നിങ്ങളെ കുടുംബത്തെ ദൈവം കണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് പുറകിലോട്ട് വലിക്കുന്ന ചില ദുരാത്മ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശാസിക്കുകയാണ്. ജീസസ് നെയിം. ഹല്ലേലൂയ. ഇതിനകത്ത് സരിത ആമേൻ ആ ഫാമിലിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. അരകെട്ടി എഴുന്നേൽക്കുന്നത് പോലെ ഈ രാത്രിത്തെ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. ആമേൻ. എവിടെയോ തളർത്തിക്കളഞ്ഞ മേഖലകൾ, എവിടെയോ ആമേൻ നിരാശപ്പെടുത്തിയ മേഖലകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. ആമേൻ. പഴയ നിയമത്തിലെ ഭക്തന്മാർ വിശ്വാസത്തിന്റെ പരിശോധന നേരിട്ടപ്പോൾ അവർ തളർന്നില്ല, അവർ ക്ഷീണിച്ചില്ല, അവർ മടുത്തുപോയില്ല. ആമേൻ. അവർ പുറകിലോട്ട് പോയില്ല, അവർ ദൈവകൃപയ്ക്കകത്ത് നിന്നു. ഹല്ലേലൂയ. അവരുടെ വിശ്വാസത്തിനകത്ത് നിന്നു. ആമേൻ. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? ആമേൻ. 13-ാമത്തെ വാക്യം. ആമേൻ. ഹല്ലേലൂയ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു അഭിനന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്. അവരെങ്ങനെയാ മരിച്ചേ? ദൈവമില്ലാത്തവരായിട്ടല്ല മരിച്ചത്, വിശ്വാസമില്ലാത്തവരായിട്ടല്ല മരിച്ചത്. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ മരിച്ചു. ഹല്ലേലൂയ. എത്ര പ്രത്യാശ നൽകുന്ന, ആമേൻ, എത്ര മനോഹരമായ ഒരു ആമേൻ ആലോചനയാണ്. ആമേൻ. പലപ്പോഴും നമ്മള് തുടക്കം നല്ലതായിരിക്കും, പലരുടെയും ഒടുക്കം ഭയങ്കര തകർച്ചയിലാ പോടെ. നമുക്ക് അങ്ങനെയല്ല. ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ അവസാനിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആമേൻ. ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിനകത്ത് ആ ഒരു പ്രത്യാശ ഇന്ന് രാത്രി കാലം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അനവധി കഷ്ടങ്ങളെ ഞങ്ങളെ കാണുമാറാക്കിയവനെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ഇതിനകത്ത് ചിലര് വീണ്ടും ആമേൻ റിവൈവ് ചെയ്ത് വീണ്ടും പുതുജീവൻ ആമേൻ ഏറ്റെടുത്ത് ഒരു ജീവനിലേക്ക് പ്രവേശിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനയെ ദൈവം ഈ രാത്രി മടക്കി തരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വചന ധ്യാനത്തെ ദൈവം ഈ രാത്രി മടക്കി തരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കൃപാവരങ്ങളെ ദൈവം ഈ രാത്രി മടക്കി തരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രത്യാശ ഇന്ന് രാത്രി മടക്കി തരികയാണ്. പലപ്പോഴും നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വരാറുണ്ട്. പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇടപെടുന്നത് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസം ശക്തീകരിച്ചോണം. ആമേൻ. വിശ്വാസം ശക്തീകരിച്ചോളം. വിശ്വാസത്തിൽ തന്നെ നിന്ന് വിശ്വാസത്തിൽ തന്നെ നമ്മൾ അവസാനിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. എന്നാൽ ആമേൻ, ഞാനൊരു സഭാ ശുശ്രൂഷകനായതുകൊണ്ടും
ആമേൻ. പല ദൈവമക്കളുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പ്രശ്നങ്ങളുടെ നടുവില്, അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത പ്രതികൂലങ്ങളുടെ നടുവില് പെട്ടെന്ന് അവരുടെ ആമേൻ പ്രാർത്ഥന കുറഞ്ഞു പോകും, അവരുടെ ആരാധന കുറഞ്ഞു പോകും. അവര് ചോദ്യങ്ങളെല്ലാം ദൈവത്തോടാണ്. ആമേൻ. ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങളാണ്. ആമേൻ. പിന്നെ എല്ലാം അവസാനിപ്പിക്കുകയാണ്, പിന്നെ അവരെല്ലാം മതിയാക്കുകയാണ്. അവരുടെ ആത്മീക ജീവിതത്തിന്റെ എല്ലാ സ്റ്റെപ്പുകളും അവിടെ അങ്ങ് നിർത്തുക, പിന്നെ മുൻപോട്ട് സ്റ്റെപ്പ് എടുക്കാൻ പറ്റാതെ ആകുക. അങ്ങനെ ഉള്ള അനേകം പേരെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തോടും പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ഒരിക്കലും ആമേൻ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകരുത്. ഒരു വിശ്വാസി ആമേൻ ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മെ നിയോഗിച്ചാക്കിയിരിക്കുന്നെങ്കിൽ വെറും ഒരു വിശ്വാസിയായി തീരാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. വിശ്വാസത്താൽ സകലതും നേടാനായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, അതല്ലേ? ആമേൻ. മുൻപോട്ട് വായിച്ചു വരുമ്പോൾ വിശ്വാസത്താൽ ആമേൻ അവര് 7 ദിവസം 31-ാമത്തെ വാക്യം, യെരിഹോ മതിൽ ചുറ്റിയപ്പോൾ അത് ഇടിഞ്ഞു വീണു. ആമേൻ. കണ്ടു? വിശ്വാസത്താൽ പഴയ നിയമത്തിലെ കാര്യം അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് ലേഖനത്തിൽ, എബ്രായ ലേഖനത്തിലേക്ക് എഴുതി വരുമ്പോൾ അതെല്ലാം ചെയ്തത് അവരുടെ വിശ്വാസത്താലാണ്. അവരവരുടെ വിശ്വാസത്തിലാണ് അവർ ചെയ്തത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശുശ്രൂഷിച്ചെടുത്തെല്ലാം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. ചില മേഖലകൾ നമ്മളെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിപ്പിക്കാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ഈ ഫറവോന്റെ കൊട്ടാരത്തിനകത്തുനിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ വരെ വിടുതൽ കൊടുത്ത് അയക്കുക എന്നുള്ള ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണ്. പക്ഷെ ചെങ്കടലിൽ അത്ഭുതം കാണിക്കേണ്ടത് മോശയുടെ കയ്യിലിരിക്കുന്ന വടിയാണ്. മോശയോട് ചോദിക്കുകയാണ്, നിന്റെ വടി എവിടെ? ജനം ഭയപ്പെട്ട് ജനം ആമേൻ നിലവിളിക്കുമ്പോൾ കർത്താവ് യഹോവയായ ദൈവം മോശയോട് ചോദിക്കുന്നു, നിന്റെ വടി എന്തി? ആമേൻ. അതെന്തുവാ? വിശ്വാസത്തിന്റെ വടി എന്തി? ആമേൻ. കഴിഞ്ഞ നാളുകളിൽ അത്ഭുതങ്ങൾ കാണിച്ച, ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് അത്ഭുതങ്ങൾ കാണിച്ച, മിസ്രൈമിൽ അത്ഭുതങ്ങൾ കാണിച്ച അതേ വടി പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ മോശയോട് ചോദിക്കുക, ഇപ്പൊ നീ എന്തിനാ നിലവിളിക്കുന്നത്? ഇപ്പോൾ നീ എന്തിനാണ് ഈ ജനത്തിന്റെ മുമ്പിൽ കടന്ന് നിലവിളിക്കുന്നത്? ആമേൻ. നിന്റെ വടി എന്ത്? കർത്താവിന് വേണമെങ്കിൽ അവിടെ ചെങ്കടൽ ഒരു വാക്കുകൊണ്ടോ ഒരു ശ്വാസം കൊണ്ടോ രണ്ടായിട്ട് മാറ്റാം. ദൈവത്തിന് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ അത് ചെയ്യിപ്പിച്ചതാരിലൂടെയാണ് മോശയിലൂടെ ഇരുന്നാണ് ദൈവം അത് ചെയ്തത്. ഞാൻ ഒന്നുകൂടെ കയറി പറയാം, ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരിലൂടെയും ദൈവം ഇരുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നിലൂടെ ഇരുന്ന് ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആ അധികാരം ഇന്ന് രാത്രി കയ്യിൽ വെച്ചിട്ട്, അഭിഷേകം ഇന്ന് രാത്രി കയ്യിൽ വെച്ചിട്ട് ആമേൻ കിടന്നുറങ്ങരുത്. ആമേൻ. മിണ്ടാതിരിക്കരുത്. ആമേൻ. പിറുപിറുത്തുകൊണ്ടിരിക്കരുത്. ആമേൻ. പുറകിലോട്ട് പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. നിന്നിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ വടി ആ പ്രതികൂലത്തിന്റെ നേരെ നീട്ട്, ആ പ്രതിസന്ധികളുടെ നേരെ നീട്ട്. അത് ദൈവം നിന്നെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് ഇസ്രായേൽ മക്കളെ വിടുവിച്ചെടുത്ത അതേ ദൈവത്തിന് ആമേൻ വടി നീട്ടാതെ, ആമേൻ മോശയെ കൊണ്ട് പ്രവർത്തിക്കാതെ ദൈവത്തിന് നേരിട്ട് വന്ന് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് എന്നെ കൊണ്ട് ചെയ്യാനാണ്, നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് ചെയ്യാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ആമേൻ. മോശയോട് പറയുവാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടും? നിന്റെ കയ്യിലെ വടിയെടുക്ക്. വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശ്വാസത്തിന്റെ വടിയെടുക്ക്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ വടി ഇന്ന് രാത്രി എടുക്ക്. നിങ്ങളുടെ ആരാധനയുടെ വടിയെടുക്ക്. ആമേൻ. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തിന്റെ വടി ഇന്ന് രാത്രി എടുക്ക്. ആമേൻ. അലറി വരുന്ന ആ തിരമാലയെ കണ്ട് ഭയപ്പെടണ്ട. ആമേൻ. മുക്കിക്കളയുവാൻ വരുന്ന ആ തിരമാലയെ കണ്ട് ഭയപ്പെടണ്ട. മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ആമേൻ ഒഴുകുന്ന ഈ ചെങ്കടൽ കണ്ട് ഭയപ്പെടണ്ട. ആമേൻ. ആ വിശ്വാസത്തിന്റെ വടിയെടുത്ത് നീട്ട്. ആമേൻ. മോശ അത് നീട്ടിക്കഴിഞ്ഞപ്പോൾ അല്ലേ ആ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എവിടൊക്കെയോ ആത്മമണ്ഡലത്തിൽ തളർന്നു കിടക്കുന്ന, ക്ഷീണിച്ചു കിടക്കുന്ന ദൈവമക്കൾ എഴുന്നേറ്റ് ഇന്ന് രാത്രി കൽപ്പിക്കാൻ തുടങ്ങിയാൽ ആമേൻ മുൻപിൽ ഇന്ന് രാത്രി ഒഴുകുന്നതായ ചില മരണ യോർദാനെ പോലെ അല്ലെങ്കിൽ ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വലിയ വിടുതലയക്കുന്ന കാഴ്ച എന്നെ കാണിക്കുന്നു. ആമേൻ. അത് തന്നെയല്ലേ ആമേൻ ഈ യോശുവ 3-ാം അധ്യായം 13-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കൊയ്ത്ത് കാലത്തൊക്കെയും കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, ആമേൻ ദൈവമക്കൾ വിതച്ചിട്ട് അത് കൊയ്യാനായിട്ട് പോകുന്ന സമയമുണ്ട്. ആ സമയത്ത് യോർദാൻ കരകവിഞ്ഞൊഴുകുക. ദൈവമക്കൾ അധ്വാനിച്ചിട്ട് ആമേൻ അവര് വിതച്ചിട്ട് അത് കൊയ്യാനായിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഈ യോർദാൻ ചെയ്യുന്ന എന്താണ്? യോർദാൻ കരകവിഞ്ഞൊഴുകും. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ എന്ത് ചെയ്യുക? കരകവിഞ്ഞൊഴുകുകയാണ്. ഞാൻ ഈ രാത്രി ആത്മാവിൽ പറയാം, ചില ജീവിതങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം. ആമേൻ. കണ്ണുനീരോടെ വിതച്ച്, ആമേൻ വളരെയധികം ഉപവസിച്ചും പ്രാർത്ഥിച്ചും വിതച്ച്
ആമേൻ ആത്മാവിൽ ചില കാര്യങ്ങൾ കൽപ്പിച്ച് ആമേൻ മുമ്പോട്ട് പോകുമ്പോൾ, കൊയ്യാൻ സമയമാകുമ്പോൾ, ചിലത് കൈയുടെ അടുക്കൽ എത്താൻ സമയമാകുമ്പോൾ, ചിലത് പ്രാപിക്കാൻ സമയമാകുമ്പോൾ, ചില വാതിലുകൾ തുറക്കാൻ സമയമാകുമ്പോൾ, പെട്ടെന്നുണ്ടാകുന്ന ചില അനർത്ഥങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ചില പ്രതികൂലങ്ങൾ, ആമേൻ കുടുംബത്തിനകത്താകട്ടെ, വ്യക്തിപരമായ ചില വിഷയങ്ങളുടെ മുഖത്താകട്ടെ, ദൈവത്തിന്റെ ആത്മാവ് രാത്രി ഇടപെടുകയാണ്. ആമേൻ അത് നിന്റെ കുടുംബത്തിനകത്ത് ഒരു മരണയോർത്താൻ പോലെ കരകവിഞ്ഞൊഴുകുന്നെങ്കിൽ, ആമേൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഈ ദിവസത്തെ മീറ്റിങ്ങുകൾക്കകത്തിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്, ആമേൻ ആ യോർദാൻ ഇന്ന് രാത്രി വിഭാഗിക്കപ്പെടും. ആ യോർദാനെ നീ മറികടക്കുന്ന രാത്രിയാണ്. ആമേൻ മറുകര കയറുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ അതിനെയും വിഭാഗിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുത്തിയത് ആരെന്നറിയാവൂ? ആമേൻ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ കൊണ്ടാണ് ദൈവം അതിനെ വിഭാഗിച്ചത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. കർത്താവിന്റെ ദാസനെ, ആമേൻ ചില യോർദാന്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രി നിൽക്കാൻ പോവുകയാണ്. അതിന്റെ മേലൊഴുക്ക് എവിടെയാണോ അത് അവിടെ തന്നെ നിൽക്കാൻ പോവുകയാണ്. ലർബാദന ഹടഗജനാദി വൈഡൽ പൗഡമന ഘടകതിയ. ഹല്ലേലൂയ. ആമേൻ നന്മകളെ ഒഴുക്കി കൊണ്ടുപോയ, ആമേൻ വാഗ്ദത്തങ്ങളെ ഒഴുക്കി കൊണ്ടുപോയ, അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കൊണ്ടുപോയ, ആമേൻ ചില മരണ യോർദാന്റെ അനുഭവങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി പ്രവചിക്കുകയാണ്. അതിന്റെ മേലൊഴുക്ക് അവിടെ തന്നെ നിൽക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ വീടിനകത്തിരുന്ന് കരമടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിക്ക്. പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്ക്. അധികാരം നിന്റെ കയ്യിൽ ദൈവം തരികയാണ്. പെട്ടകം നിന്റെ കയ്യിലുണ്ട്. ആമേൻ പെട്ടകം നിന്റെ കുടുംബത്തിനകത്തുണ്ട്. നീ ആത്മാവിൽ പ്രാർത്ഥിച്ച് കയറിക്കോ. ഇന്ന് രാത്രി ആ വീടുമായി ബന്ധപ്പെട്ട്, ആ കുടുംബവുമായി ബന്ധപ്പെട്ട്, ആമേൻ ഒഴുകുന്ന സകല യോർദാന്റെ അനുഭവങ്ങളും, സകല മരണ യോർദാന്റെ അനുഭവങ്ങളും, സകല രോഗബന്ധനങ്ങളും, സകല കടഭാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ പരിശുദ്ധാത്മാവ് എന്തോ ഭയങ്കരമായി ആമേൻ ഒരു വിടുതൽ ദൈവം നൽകുന്നു. ആമേൻ റിച്ചുവിന്റെ ആമേൻ ആ ഭവനത്തിനകത്ത്, ആ ഫാമിലിക്കകത്ത്, ആ മകന്റെ മേൽ ഒരു ഭയങ്കര വിടുതൽ കർത്താവ് അയക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ആമേൻ അവിടെയും കർത്താവ് ചെയ്തത്, ആമേൻ ആ ജോഷുവയോട് പറഞ്ഞത്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ആമേൻ മുൻപോട്ട് വരട്ടെ എന്നാണ്. അപ്പോ വാഗ്ദത്തമുള്ള ദൈവമക്കൾ, ആമേൻ അഭിഷേകമുള്ള ദൈവമക്കൾ, വചനത്തിനകത്ത് നിൽക്കുന്ന ദൈവമക്കൾ, ആമേൻ ഈ ദിവസങ്ങൾ ഉറങ്ങിയിരിക്കേണ്ടവരല്ല, ബലഹീനപ്പെട്ടിരിക്കേണ്ടവരല്ല, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകേണ്ടവരല്ല. ആമേൻ 60-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്ന പോലെ നാം എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണ്. നമ്മുടെ മേൽ പ്രകാശം, ദൈവത്തിന്റെ പ്രകാശം വന്നിരിക്കുന്ന സമയമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്ന സമയമാണ്. ആമേൻ അന്ധകാരം ആമേൻ ഈ ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ കൂടിരിട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നു നമ്മുടെ മേൽ യഹോവയുടെ ആത്മാവ് പ്രകാശിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പ്രകാശമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിത്തെ മീറ്റിംഗിൽ വെറുതെ ഒരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് എഴുന്നേറ്റ് പോകുകയല്ല. ആമേൻ ഈ ആരാധനകളിൽ അറ്റൻഡ് ചെയ്ത് എഴുന്നേറ്റ് പോകുകയല്ല. ഒരു തീരുമാനത്തോടെ ഇന്ന് രാത്രി എഴുന്നേറ്റ് പോകണം. ആമേൻ എന്നെ എന്റെ ദേശത്തെ ദൈവം ആക്കിയിരിക്കുന്നു, എന്നെ എന്റെ ഭവനത്തിന് വേണ്ടി ദൈവം ആക്കിയിരിക്കുന്നു, എന്നെ എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം ആക്കിയിരിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ വിശ്വാസം എന്റെ മേൽ വർദ്ധിപ്പിക്കണമേ. പ്രാർത്ഥിര് അതിപരിശുദ്ധ വിശ്വാസം എന്റെ മേൽ വർദ്ധിപ്പിക്കണമേ. ആമേൻ എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിന്റെ അവിശ്വാസങ്ങളെ ശാസിക്കണമേ. എന്റെ ജീവിതത്തിൽ വന്നുപോയ ആമേൻ പിന്മാറ്റങ്ങളെ ശാസിക്കണമേ. എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റുപറയുകയും വേണം, പ്രാർത്ഥിച്ച് ബലപ്പെടുകയും വേണം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാന്റെ വക്കത്ത് വച്ചപ്പോൾ തന്നെ ബൈബിൾ പറയുന്നു അതിന്റെ മേലൊഴുക്ക് നിന്നു. ആമേൻ. ചേർന്ന് ആമേൻ പറഞ്ഞ് അതിന്റെ മേലൊഴുക്ക് നിന്നു. എവിടെ നിന്നാണോ ആ യോർദാൻ ഒഴുകിയത് അവിടെ തന്നെ അത് നിന്നു. ആരിറങ്ങിയപ്പോ? ആമേൻ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഇറങ്ങിയപ്പോ. ആമേൻ. അപ്പോ ചില മേഖലകളല്ല, ആമേൻ എല്ലാ മേഖലകളും എന്ന് പറഞ്ഞാൽ ദൈവം ആമേൻ നമ്മളെ കൊണ്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മെ കൊണ്ടാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ കൊണ്ട് തന്നെയാണ് ദൈവം ആ വിഷയങ്ങളെ ആമേൻ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന എല്ലാവരും, ആമേൻ ആ തങ്കമ്മ സിസ്റ്ററുടെ ഭവനത്തിനകത്ത്, അതുപോലെ ആമേൻ ഹല്ലേലൂയ ബിന്ദു ആമേൻ ആ സിസ്റ്ററുടെ ഫാമിലിക്കകത്ത്, സുബിന്റെ ഫാമിലിക്കകത്ത്, സരിത ആമേൻ സിസ്റ്ററുടെ ഫാമിലിക്കകത്ത്, കർത്താവിന്റെ ദാസൻ ഷാജി ആമേൻ അഭിഷക്തന്റെ മേലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്ന ഒരു കാര്യം, നമ്മളെ കൊണ്ടാണ് ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ നമ്മളെ ദൈവം എഴുന്നേൽപ്പിച്ചേ മതിയാവും. ഏലിയാവ് പറയുക, ഞാൻ എന്റെ പൂർവ്വ പിതാക്കന്മാരെ പോലെയൊന്നും അത്ര ശ്രേഷ്ഠനല്ല. ആമേൻ. നീ മറ്റാരെങ്കിലും ഉപയോഗിക്കാൻ പറഞ്ഞാൽ ദൈവം കണ്ടിരിക്കുന്ന ഏലിയാവിനെയാണ്. വേറൊരാളെ അവിടെ ദൈവത്തിന് വേണ്ട. ദൈവം കണ്ടിരിക്കുന്ന ഏലിയാവിനെയാണ്.
ഏലിയാവ് ഒരു വാക്കിന്റെ മുമ്പിൽ തളർന്നു പോയി, ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞ് ഏലിയാവിനെ കളഞ്ഞിട്ട് വേറൊരാളെ അവിടെ ദൈവം പ്ലീസ് ചെയ്യത്തില്ല, ദൈവം എടുക്കത്തില്ല. കാരണം ദൈവം ഏലിയാവിന്റെ മേലാണ് വാഗ്ദത്തം വിട്ടിരിക്കുന്നത്. ദൈവം ഏലിയാവിനെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏലിയാവിനോട് പറഞ്ഞത്, നിനക്ക് ഇനി ഒരു ദീർഘയാത്രയുണ്ട്. ഏലീശയെ അഭിഷേകം ചെയ്യാനുണ്ട്, യേഹൂനെ അഭിഷേകം ചെയ്യാനുണ്ട്, ഇനി അനേകം പേരെ അഭിഷേകം ചെയ്ത് കൃപയിലേക്ക് കൊണ്ടുവരാനുണ്ട്, ഒരു ദീർഘയാത്ര നിനക്കുണ്ട്. അതിനുള്ള ബലം, അതിനുള്ള ശക്തി ദൈവം കൊടുത്തേച്ച് ഏലിയാവിനെ എഴുന്നേൽപ്പിച്ച് വീണ്ടും ഓട്ടിപ്പിക്കുകയാണ്. അപ്പൊ ദൈവത്തിന് വേണമെങ്കിൽ വേറൊരാളെ അവിടെ സ്ഥാപിക്കാമായിരുന്നു. പക്ഷെ വാഗ്ദത്തമുള്ള നിന്നെ ദൈവം അങ്ങനെ മാറ്റിക്കളയത്തില്ല. ഇന്ന് രാത്രി ആരൊക്കെയോ തളർന്നിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന ചില വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറയുന്നു, എഴുന്നേറ്റ് അധികാരത്തോടെ ചിലത് കൽപ്പിക്കാൻ പറയുന്നു. കർത്താവ് ഇന്ന് രാത്രി നിങ്ങൾ നാവ് തുറക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുമ്പോൾ ആ നാവിന്റെ മേലൊരു ഭയങ്കര അധികാരം കർത്താവ് ഇന്ന് രാത്രി ഏൽപ്പിക്കുകയാണ്. എത്ര പേര് ആമേൻ പറയുന്നത് എനിക്കറിയുന്നില്ല. ഇന്ന് രാത്രി അന്യഭാഷയുടെ പുതിയ അടയാളങ്ങൾ കർത്താവ് ഇന്ന് രാത്രി തരികയാണ്. വെളിപ്പാടുകളുടെ കലവറകൾ ചിലരുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിക്കുകയാണ്. പലരും വിശ്വാസത്തിൽ നിന്ന് പുറകിലോട്ട് പോയപ്പോ, പലരും വിശ്വാസം തണുത്തു പോയപ്പോ, പലരും ക്ഷീണിച്ചു പോയപ്പോ, ദൈവത്തിന്റെ പൈതലെ നിന്നെ ഇന്ന് രാത്രി ജീവനോടെ ഈ ദേശത്താക്കിയിരിക്കുന്നത്, നിന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിനൊരു മഹത്തായ പദ്ധതി നിന്റെ കുടുംബത്തെ കുറിച്ചുണ്ട്, നിങ്ങളെ കുറിച്ചുണ്ട്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു മഹത്തായ ഒരു പദ്ധതി നിങ്ങളെ ഭവനത്തിനകത്തുണ്ട്. ആ മരണം വഴിമാറിയത്, ആ അപകടം വഴിമാറിയത്, ആ രോഗങ്ങൾ വഴിമാറിയത്, ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് വേണമെങ്കിൽ യോർദാനോടും കൽപ്പിക്കാമായിരുന്നു, യോർദാനേ വഴിമാറ് എന്ന് കൽപ്പിക്കാമായിരുന്നു. പക്ഷേ ദൈവം എന്തുവാ ചെയ്തേ? യഹോവ ദൈവം എന്താ ചെയ്തേ? അവിടെ ജോഷുവായോട് പറഞ്ഞു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെച്ചാൽ യോർദാൻ വിഭാഗിക്കപ്പെടും. അവിടെയും വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ യോർദാൻ വഴിമാറിയത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 2 രാജാക്കന്മാർ 2-ാം അധ്യായം പഠിക്കുമ്പോൾ ഏലിയാവിൽ നിന്ന് ഏലീശ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്, ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. ആത്മാവിന്റെ ഒരു ഇരട്ടി പങ്ക്. ആ പങ്ക് കുറെ നാളായിട്ട് ഏലീശ ആഗ്രഹിക്കുകയാണ്. ഏലീശ ഭയങ്കരമായിട്ടും കൊതിക്കുകയാണ്. ആ ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഏലിയാവ് ചോദിക്കുക, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? ഏലീശ ചോദിക്കുവാണ്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. എനിക്ക് അത് ചോദിക്കുന്ന കാര്യം പ്രയാസമാണ്, പക്ഷെ നീ നോക്കി നിന്നാൽ അത് കാണാൻ പറ്റും. എത്ര വളരെ ശ്രദ്ധയോടെന്നറിയാവോ ഏലിയാവ് എടുക്കപ്പെടുന്നത് നോക്കി നിന്നത്. അപ്പുറത്ത് ഏലീശയെ കളിയാക്കുന്ന ഒത്തിരി പേരുണ്ട്. ഏലീശയെ കൂകുന്നവർ കാണും, ഏലീശയെ നിരുത്സാഹപ്പെടുത്തുന്നവർ കാണും. പക്ഷെ ഏലീശ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. ഏലീശയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് പ്രാപിക്കണം, ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ട് തന്റെ കണ്ണുകൾ മങ്ങിപ്പോകാതെ, തന്റെ ശ്രദ്ധ മാറിപ്പോകാതെ ആ യോർദാന്റെ തീരത്ത് ഏലിയാവിന്റെ അടുക്കൽ തന്നെ നിൽക്കുക. ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം ആ വാഞ്ചയാണ്, ആഗ്രഹമാണ്. കയ്യിൽ മറ്റൊന്നും കിട്ടിയില്ല. ആ ഏലിയാവിന്റെ പുറത്ത് കിടന്ന പുതപ്പേ കിട്ടിയുള്ളൂ. പക്ഷേ കർത്താവ് പറഞ്ഞത്, യഹോവ ദൈവം പറഞ്ഞത്, അവന്റെ ഉള്ളിൽ ആ പ്രേരണ കൊടുത്തത്, ആ യോർദാനെ നീ അടിക്കണം, ആ യോർദാനെ നീ അടിക്കണം. കണ്ടോ, ആ യോർദാനെ അഭിഷേകത്തോടെ വിശ്വാസത്തോടെ അടിച്ചു കഴിഞ്ഞപ്പോൾ ആ യോർദാൻ വഴിമാറിക്കൊടുത്തു. ഹല്ലേലൂയ. അപ്പോ ഇന്ന് രാത്രി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് രാത്രി ദൂത് മറക്കരുത്. വിശ്വാസത്തിനകത്ത് നിൽക്കുന്ന വിശ്വാസത്തിന്റെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള ചില യോർദാനെ പോലെയുള്ള, എരിഹോവിനെ പോലെയുള്ള, ചെങ്കടൽ പോലെയുള്ള പ്രതികൂലങ്ങൾ മാറിപ്പോകുന്നത്. മറ്റാരെങ്കിലും വന്ന് അത് മാറ്റത്തെ നല്ല ദൈവത്തിന്റെ പദ്ധതി, ആരാധിക്കുന്ന ഞാൻ, സ്തുതിക്കുന്ന ഞാൻ, ദൈവവിളിയുള്ള ഞാൻ, ദൈവം നിയോഗിക്കപ്പെട്ട എന്റെ ഭവനം എഴുന്നേറ്റ് കൽപ്പിക്കുമ്പോൾ മാത്രമാണ് ആ പ്രതികൂലം വഴിമാറുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസത്തിനകത്ത് നിന്ന് രാത്രി ശക്തിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെയോ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അവരെല്ലാവരും വിശ്വാസത്താൽ നിന്നു. അവർ മരിച്ചതും വിശ്വാസത്താലാണ്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അവർ വിശ്വാസത്താൽ നിന്നു. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു, അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് അവരെങ്ങനെ മരിച്ചത്? വിശ്വാസത്തിൽ മരിച്ചു. ഹല്ലേലൂയ.
ചിലത് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിശ്വാസം വിട്ടിട്ടല്ല മരിച്ചത്. ചിലത് കേട്ടു, അത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ വിശ്വാസം വിട്ടു പോയില്ല. അവരെന്തില് വിശ്വസിച്ചുവോ, അവരാരെ വിശ്വസിച്ചുവോ ആ ദൈവം എന്റെ ഉപനിധി എന്ന് പറഞ്ഞ് അവരതിനെ മുറുകെ പിടിച്ച്, തലയാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിച്ചിരിക്കുന്ന സഭയോട് പറയുന്നു, അതിനെ മുറുകെ പിടിച്ച് ഹല്ലേലൂയ വിശ്വാസത്തിൽ തളർന്നു പോകാതെ അവർ നിന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ടും ഇടപെടുകയാണ്. വിശ്വാസത്തിൽ തന്നെ നിൽക്കാൻ കർത്താവ് നിങ്ങളുടെ മേൽ ആ കൃപ തരുമാറാകട്ടെ. പ്രത്യേകിച്ച് എന്റെ രണ്ടാമത്തെ മകനിട്ടിരിക്കുന്ന പേര് തന്നെ ഫെയ്ത്ത് എന്നാണ്. അവനെ വിശ്വാസത്താൽ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ജീവിതത്തിൽ നേരത്തെ ദേവദാസൻ പറഞ്ഞതുപോലെ ഒരു മിനിസ്ട്രിയുടെ മേൽ ദൈവത്തിന്റെ കോളിംഗ് ഞങ്ങളുടെ മേൽ വന്ന് വീണപ്പം ജീവിതത്തിൽ ഒരുപാട് താഴ്വരകളിലൂടെ, ഒത്തിരി കണ്ണുനീരിന്റെ അവസ്ഥകളിലൂടെ, നഷ്ടങ്ങളിലൂടെ ഒക്കെ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞ് ജനിക്കപ്പെടുന്നത്. അപ്പൊ രണ്ടാമത്തെ കുഞ്ഞ് ആൺകുഞ്ഞാണ്. ആൺകുഞ്ഞിനെ വേണമെന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ടും ആഗ്രഹിച്ചു. ഞാന് വൈഫും എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ വേണം, അവന്റെ പേര് ഫെയ്ത്ത് എന്ന് തന്നെ ഇടണം. ഇത് എന്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ്, കുഞ്ഞ് ജനിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനൊരു പേരിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനിടയായി. എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ ചില ശാരീരിക അസ്വസ്ഥതകൾ വൈഫിന് ഉള്ളത് കൊണ്ട് രണ്ടാമതൊരു രണ്ടാമത് കൺസീവ് ആകുന്നതും ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം തിരുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം ഞങ്ങൾക്കൊരു തലമുറയെ തരും, ഒരു അഭിഷക്തനെ തരും, അവന്റെ പേര് ഫെയ്ത്ത് എന്ന് തന്നെ ഞങ്ങൾ ഇടും. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ആ പേരിട്ടു. അങ്ങനെ പ്രാർത്ഥിച്ചു, കൺസീവായി. അതിന്റെ ഡെലിവറി ടൈം ആയപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷനായി. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലില്ല. അന്ന് ഒരു കുഞ്ഞ് സഭയും പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആ നിയോഗത്തിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് പ്രിയപ്പെട്ടവളുടെ ഡെലിവറി ടൈമിൽ ഭയങ്കര കോംപ്ലിക്കേഷനായി. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടിരിക്കുമായിരുന്നു. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളെ, അല്ലെങ്കിൽ ഞങ്ങൾ ക്ലെയിം ചെയ്ത വാഗ്ദത്തത്തെ നഷ്ടപ്പെടുത്തി കളയാൻ ഒരിക്കലും വിട്ടുകൊടുത്തില്ല, ഒരിക്കലും തയ്യാറായില്ല. എന്ത് ദൈവസന്നിധിയിൽ കൽപ്പിച്ചുവോ, എന്താണോ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്തുവോ, അത് തന്നെ ദൈവമേ ഞങ്ങളുടെ കയ്യിലേക്ക് മടങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് റൗണ്ട്സിംഗ് എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത് വീണ്ടും വന്ന് നോക്കുമ്പോൾ അവർ മാറ്റിയിട്ടിരുന്ന കുഞ്ഞ് കരയാൻ തുടങ്ങി. മാറ്റിയിടുന്ന കുഞ്ഞ് അതിന് ഹാർട്ട് അതിന് ഹാർട്ടിന് അതിന് ചലനമുള്ളത് പോലെ തോന്നി. പെട്ടെന്ന് അടുത്ത കയ്യിൽ തന്നിട്ട് ഒരു അത്ഭുത കുഞ്ഞാണെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഒന്നും ശത്രുവിന് കവർന്നു കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങളൊരു യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങളൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് ഒരു തലമുറ നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് ഒരു മിനിസ്ട്രിയിൽ നിങ്ങൾ ഇന്ന് രാത്രികാലമായിരിക്കുന്നെങ്കിൽ, ആത്മാവിൽ ഇന്ന് രാത്രികാലം പറയാം, അത് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ഈ വിശ്വാസ ജീവിതയാത്രയിൽ എന്തും ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങൾ ചോദിച്ചാൽ പറയാൻ പറ്റുന്നത് വിശ്വാസത്താൽ അത് ദൈവം തന്നതാണ്, വിശ്വാസത്താൽ നേടിയതാണ്. തലമുറകളെ ആണെങ്കിലും, ദൈവസഭയാണെങ്കിലും, ദൈവസഭയുടെ പ്രോപ്പർട്ടി ആണെങ്കിലും, മിനിസ്ട്രി ആണെങ്കിലും ഒരു പൊട്ടനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ദൈവം പറയുന്നത് അങ്ങ് കേൾക്കാൻ തയ്യാറാകും, ദൈവം പറയുന്നത് ചെയ്യാൻ തയ്യാറാകും. അവിടെ തിയോളജിയോ അതിന്റെ മറുവശമോ ഒന്നും ഞാൻ പഠിക്കാനും ചോദിക്കാനും നിൽക്കത്തേ ഇല്ല. ദൈവം നടക്കാൻ പറഞ്ഞാൽ നടക്കും, ഓടാൻ പറഞ്ഞാൽ ഓടും, ദൈവം അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. അപ്പോൾ അതിന്റെ പിന്നത്തെ ഫലമെന്നുള്ളത് അത്ഭുതങ്ങളാണ് ഞാൻ കാണുന്നത്. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒന്നും കണ്ടിട്ടല്ല, കാണാതെ. ഇതിനകത്ത് എനിക്കറിയാം പലരും ഇന്ന് രാത്രി വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് വേദനകൾ സഹിച്ചവർ കാണും, കഷ്ടതകളിലൂടെ പോകുന്നവർ കാണും. ഭയപ്പെടണ്ട, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ നിന്നയെ മാറ്റുന്ന രാത്രിയായി ഈ രാത്രി. ഹല്ലേലൂയ. ആരും നിന്റെ കണ്ണുനീര് കാണുന്നില്ലായിരിക്കാം, ആരും നിന്റെ വേദന കാണുന്നില്ലായിരിക്കാം, ആരും നിന്റെ പ്രയാസം കാണുന്നില്ലായിരിക്കാം. പക്ഷെ വിളിച്ച ദൈവം ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം അത് നിവർത്തിക്കും. കുഞ്ഞെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഈ ദൂത് ഞാൻ വിളിച്ചു പറയുകയാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ദൈവം അത് നിവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു. ആമേൻ. മനുഷ്യന്മാർ മാറിയാലും, പ്രവാചകന്മാർ മാറിപ്പോയാലും, വിളിച്ച ദൈവം ഈ രാത്രി വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ശത്രുവിനെ നിന്നെ വിട്ടുകൊടുക്കത്തില്ല,
അപമാനങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, അപരാധങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, ഒരു മരണത്തിനും നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അവൻ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം മാനിക്കുന്നവനെ ഈ വിധം മാനിക്കണമെന്ന് ആമേൻ രാജാവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ പടിവാതിൽക്കലിരുന്ന മൊർദെഖായിയുടെ ജീവിതത്തെ ആമേൻ ദേശം അറിയപ്പെടത്തക്കവണ്ണം രാജാവിന്റെ കുതിരപ്പുറത്ത് കയറ്റി ആമേൻ ദേശത്ത് മാനിച്ചതുപോലെ ഞാൻ ആരോടോ ദൈവാത്മാവിൽ രാത്രി ദൂത് പറയുകയാണ്. ആമേൻ നിങ്ങളുടെ മേൽ ആ വിടുതൽ വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ ഷാജി പാസ്റ്ററെ ആമേൻ അഭിഷക്തനെ അങ്ങനെ ഒരു മാന്യത വെളിപ്പെടാൻ പോവുകയാണ്. ചില വാതിലുകൾ ഞാൻ ആത്മാവിൽ കാണുന്നു. പൗലോസിന്റെ മുമ്പിൽ എഫെസോസിലേക്ക് താൻ യാത്രയാകുമ്പോൾ സബലവും വിശാലവുമായ ഒരു വാതിൽ തുറന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. എതിരാളികൾ പലരാണ്, വെല്ലുവിളികൾ പലതാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മ പറയുന്നു ആമേൻ ഈ 8ാമത്തെ മാസം പരിശുദ്ധാത്മ ഉറപ്പിച്ചു പറയുന്നു ആമേൻ സബലവും വിശാലവുമായ ഒരു വാതിൽ ആമേൻ ഈ രാത്രി മിനിസ്ട്രിയുടെ മുമ്പിൽ തുറന്നു വരികയാണ്. ചിലത് രജിസ്ട്രേഷൻ ചെയ്ത് കയ്യിൽ തരുന്നത് പോലെ, ചിലത് അവകാശമാക്കി എടുക്കുന്നത് പോലെ, ആമേൻ ചിലത് ആമേൻ കൈപിടിച്ച് അതിനെ കൊണ്ടുവരുന്ന പോലെ ചില ദൈവിക വാഗ്ദത്തങ്ങൾ വരുന്ന മാസങ്ങൾക്കകത്ത് ആമേൻ അഭിഷക്തനെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുകയാണ്. ആമേൻ എവിടെയാണോ ശത്രു തടഞ്ഞു വെച്ചത്, എവിടെയാണോ ശത്രു ബ്ലോക്ക് ചെയ്ത് വെച്ചത്, എവിടെയാണോ ശത്രു അടച്ചുപൂട്ടിയത്, ഇന്ന് രാത്രി ദൂതന്മാർ ഇറങ്ങി വരുന്നുണ്ട്. ആമേൻ ചില മേഖലകൾ പരിശുദ്ധാത്മാവ് ശക്തമായി തുറന്നുകൊണ്ടുവരുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. പുറപ്പാടിന് വേണ്ടി റെഡിയാകാൻ പറയുന്നു, യാത്രകൾക്ക് വേണ്ടി റെഡിയാകാൻ പറയുന്നു. ആമേൻ ഷാണ്ടല അടകധനാദി വേദചനാദി അടകർഘാദന റബൽഖമന ഘടകതിയ. ഹല്ലേലൂയ. അരകെട്ടി എഴുന്നേൽക്കുക, ചെരുപ്പിടുക. പരിശുദ്ധാത്മാവ് രാത്രി പ്രവചിക്കുന്നു. ഹല്ലേലൂയ. പട്ടണത്തിന്റെ പ്രധാന വാതിൽക്കൽ പത്രോസിനെ കൊണ്ട് നിർത്തിയതുപോലെ എനിക്ക് ഈ ദിവസങ്ങളിൽ ആമേൻ നിന്നെ നിർത്താൻ പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ആമേൻ വാഗ്ദത്തം മരിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്തം ആമേൻ മാറ്റിവെക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എവിടൊക്കെയോ അസ്തമിച്ചു പോയ ചിലത് ദൈവത്തിന്റെ ആത്മാവ് തട്ടി ഉണർത്തുകയാണ്. ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകാൻ ഇന്ന് രാത്രി ആ ബലം തരികയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ അങ്ങനെ 100 കണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റും. വിശ്വാസത്താൽ ഇന്ന് അവന് ഏകദേശം 10 അവന് 23 വയസ്സിലധികം പ്രായം ഇപ്പോൾ ഉണ്ട്. ഇന്ന് എന്റെ കൂടെ ദൈവവേലയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഒരു കത്തി പോലും വയ്ക്കാൻ ദൈവം അനുവദിച്ചില്ല. ആമേൻ ഹല്ലേലൂയ. പിന്നെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ ആമേൻ പിന്നെ ദൈവം അനുവദിച്ചില്ല. ഹാർട്ട് ആമേൻ കുഴപ്പമാണ്, പ്രശ്നമാണ് ആമേൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നത്. പക്ഷേ ആമേൻ വിശ്വാസത്താൽ അവൻ വളർന്നു. മോശ വിശ്വാസത്താൽ വളർന്നതുപോലെ അവൻ ഇന്ന് രാത്രി നിങ്ങളത് വാച്ച് ചെയ്താൽ കാണാൻ പറ്റും. മീറ്റിംഗിന്റെ ഒക്കെ പ്രധാന ഭാഗങ്ങളിൽ അവൻ വർഷിപ്പ് ലീഡ് ചെയ്ത് ഇന്ന് ദൈവത്തിന് വേണ്ടി എന്റെ കൂടെ നിൽക്കുന്നു. അതൊരു വാഗ്ദത്ത സന്തതിയാണ്. അതുകൊണ്ട് അവൻ ഉണ്ടാകുന്നതിന് മുൻപ് ഞങ്ങൾ അവനൊരു പേരിട്ടു, ഫെയ്ത്ത്, വിശ്വാസം എന്നൊരു പേരിട്ടു. ഹല്ലേലൂയ. നമ്മൾ എന്ത് കൽപ്പിക്കുന്നുവോ അത് തന്നെയാണ് ദൈവം ചെയ്യുന്നത്. നമ്മുടെ നാവിന്റെ മേലാണ് ജീവനും മരണവും ഇരിക്കുന്നത്. നമ്മൾ ഈ പ്രതികൂലങ്ങൾ വരുമ്പം നമ്മൾ അവിശ്വാസം പറയരുത്. ആമേൻ. പലരും നമ്മളെ വിട്ടു പോകുമ്പം നമ്മൾ അവിശ്വാസം പറയരുത്. ആമേൻ. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം നടക്കാതെ വരുമ്പം നമ്മൾ അവിശ്വാസം പറയരുത്. ഹല്ലേലൂയ. പിശാച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കാതിൽ കേൾപ്പിക്കുമ്പോൾ അവിശ്വാസം പറയരുത്. അവിടെ എല്ലാം ഇന്ന് രാത്രി ദൈവമക്കളെ വിളിച്ചു പറയണം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന്. ആമേൻ. ഇന്ന് രാത്രി ദൈവമക്കൾ എഴുന്നേറ്റെന്ന് പറയണം ഈ രാത്രി. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ പറയുന്ന പോലെയല്ല, മനുഷ്യൻ നമ്മളെ നോക്കി വിധി എഴുതുന്ന പോലല്ല. ദൈവം എന്ത് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതേ സംഭവിക്കത്തുള്ളൂ, അതേ നടക്കത്തുള്ളൂ. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ വ്യക്തമായിട്ടും ആമേൻ വീണ്ടും വീണ്ടും ആമേൻ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്നവരോട് ഇടപെടുക. കർത്താവ് പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ. അവർ വിശ്വാസത്തിൽ മരിച്ചു. കണ്ടു, അവരുടെ ജീവിതത്തിൽ ശോധനകൾ വന്നിട്ട് അവരുടെ വിശ്വാസം കുറഞ്ഞില്ല. ആമേൻ. ഈ ശദ്രക്ക് മേശക്കിനൊക്കെ തീയിലോട്ട് ഇടുമെന്ന് പറഞ്ഞപ്പം അവരുടെ വിശ്വാസം കുറഞ്ഞോ? ഇല്ല, അവരുടെ വിശ്വാസം വർദ്ധിച്ചതേ ഉള്ളൂ. ആമേൻ. ദാനിയലിനെ സിംഹക്കുടിയിൽ ഇടുമെന്ന് പറഞ്ഞപ്പം ദാനിയല് പ്രാർത്ഥന മടക്കിയിട്ട് പോയോ? ഇല്ല. അതിന്റെ ബൈബിൾ പറയുന്നു ദിവസവും ചെയ്തു വന്നതുപോലെ. ആമേൻ. ദാനിയേൽ 6:10 ദിവസവും ചെയ്തു വന്നതുപോലെ അവൻ 3 നേരം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ആമേൻ. രേഖവിരോധമായപ്പോഴും ദാനിയേലിന്റെ പ്രാർത്ഥന ശക്തിപ്പെട്ടതേ ഉള്ളൂ. ആമേൻ. പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് 11-ാം അധ്യായം എഴുതിയപ്പോ ആമേൻ എബ്രായ ലേഖനം 11-ാം അധ്യായം എഴുതിയപ്പോ വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ ധാരാളമായിട്ട് എഴുതാൻ ഇടയായത്. അതിനകത്ത് രാഹാബ് എന്ന വേശ്യ, ആമേൻ, അതിനകത്ത് സാറ, അതിനകത്ത് അബ്രഹാം, അതിനകത്ത് ഹാനോക്ക്, അതിനകത്ത് മോശ. ഇതൊക്കെ വന്നതിന്റെ കാരണം എന്നറിയാം, ഒരു വിശ്വാസത്താൽ അവര് ദൈവദാസന്മാരെ കൈക്കൊണ്ടു. അല്ലേ? ആ സ്ത്രീയുടെ പേര് വരെ അവിടെ വന്നു.
വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വാ അടച്ചു, വിശ്വാസത്താൽ, കണ്ടോ, വിശ്വാസത്താൽ എന്ന് പറഞ്ഞ് ആമേൻ. 13-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോഴാണ് ഇവരെല്ലാവരും, കണ്ടോ, വിശ്വാസത്താൽ പറഞ്ഞ് 13-ാമത്തെ വാക്യം, ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന്, ആമേൻ, അവരെന്താണോ കേട്ടത്, അവരെന്താണോ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, അത് കാണാനുള്ള ഭാഗ്യമേ അവർക്ക് കിട്ടിയുള്ളൂ. അത് അഭിനന്ദിച്ചു. ഭൂമിയിൽ അവരെന്നിട്ട് പറഞ്ഞു, ഞങ്ങള് അന്യരും പരദേശികളുമാണ്. അവർക്കത് ചിലത് കാണാൻ പറ്റിയില്ല, ചിലത് അവർ കേട്ടത്, അവർ പ്രാപിച്ചത് അവർക്ക് കാണാൻ പറ്റിയില്ല. എന്നാൽ അവർ ദൂരത്ത് നിന്ന് എന്ത് ചെയ്തു? അത് കണ്ടു. നമ്മൾ കയറി പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റിയില്ല. അവർക്കത് കണ്ണുകൾ കൊണ്ട് ചിലത് കണ്ട് അനുഭവിക്കാൻ പറ്റിയില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിനന്ദിച്ചു. എന്നെ ഇന്ന് രാത്രി സന്തോഷിപ്പിച്ചത്, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു. ആമേൻ, ഹല്ലേലൂയ. കണ്ടില്ല, അവർ പല കാര്യങ്ങളും കണ്ടില്ല, അവർ പല കാര്യങ്ങളും അനുഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവരുടെ ദൈവം അല്ലാതിരിക്കുന്നില്ല. രാമൻ പറഞ്ഞേ, ദൈവം അവരുടെ ദൈവം അല്ലാതിരിക്കുന്നില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലത് നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവം അല്ലാതിരിക്കത്തില്ല. ചില കാര്യങ്ങൾ കേട്ടിട്ട് സംഭവിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ദൈവം അല്ലാതിരിക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയുന്നില്ല. ആമേൻ. ചില വാഗ്ദത്തങ്ങൾ നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ദൈവം അല്ലാതിരിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ശക്തി അകത്തോട്ട് പ്രവേശിക്കട്ടെ. ആമേൻ. കേട്ട കാര്യങ്ങൾ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേട്ട കാര്യങ്ങൾ, ആമേൻ, നടന്നില്ല എന്ന് പറഞ്ഞ് എന്റെ ദൈവം അല്ലാതിരിക്കത്തില്ല. ആമേൻ പറ. ഇന്ന് രാത്രി നടന്നാലും നടന്നില്ലെങ്കിലും ഉടവനഘടകസിയ, ഹല്ലേലൂയ, എന്റെ ദൈവം തന്നെയാണ്. എന്റെ സ്വർഗീയ പിതാവ് എന്റെ പിതാവ് തന്നെയാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ഉറപ്പും ധൈര്യവും എത്ര പേർ ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ ശക്തി ഇന്ന് രാത്രി എത്ര പേർ പ്രാപിക്കുന്നുണ്ട്? ഉടവനഘടകസി, ഹല്ലേലൂയ. ആമേൻ. ആ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ആ വിശ്വാസത്തിന്റെ ശക്തി ഇന്ന് രാത്രി എല്ലാവരുടെ അകത്തേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലത് എഴുന്നേറ്റ് നിന്ന് കൽപ്പിക്കാൻ തയ്യാറാകണം, ചിലത് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലത് എഴുന്നേറ്റ് കൽപ്പിക്കാൻ തയ്യാറാകണം, ചിലത് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തയ്യാറാകണം. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ആമേൻ അബുദാബിയിലാണ്. അദ്ദേഹത്തിന് 50 വയസ്സിലധികമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഏകദേശം 47 വയസ്സുണ്ട്. ഞാൻ ഈ വചനത്തിന്റെ ഇതിന്റെ വേറൊരു ആംഗിള് പ്രസംഗിച്ചപ്പം അവർ വീട്ടിൽ പോയിട്ട് അവരൊരു പേപ്പർ എടുത്ത് എരിഹോ മതിലെന്ന് അവർ വരച്ചു വെച്ചു. അവർ വീട്ടിൽ പോയിട്ട് ഒരു പൊട്ടനെ പോലെ, നല്ല വിദ്യാഭ്യാസമുള്ള, സമൂഹത്തിൽ മാന്യതയുള്ള, ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ദൂത് കേട്ടപ്പോ അവർ വീട്ടിൽ പോയിട്ട് ഒരു പേപ്പർ എടുത്ത് എരിഹോ മതിലെന്ന് വരച്ചു വെച്ചു. എന്നിട്ട് ഭാര്യ ഭർത്താവും കൈപിടിച്ച് ഈ പേപ്പറിന് ചുറ്റും നടക്കുക. ആമേൻ. നമുക്ക് തോന്നും വട്ട് കാണിക്കുക, നമുക്ക് തോന്നും ആമേൻ ഇവർക്ക് എന്ത് പറ്റിയെന്ന്. അവര് ദൈവം പറഞ്ഞ പോലെ അവർ വിശ്വാസത്താൽ നടക്കുക. ഞാന് ആ വീട്ടിൽ അന്ന് തന്നെ അവരൊരു ഫുഡ് തരാൻ വേണ്ടി വിളിച്ചു. ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ജനാലയിൽ കൂടെ കാണുക, ഇവര് കതക് തുറക്കുന്നില്ല. ഞാൻ കാണുക ഈ രണ്ടുപേരും കൂടെ ഈ പേപ്പറിന് ചുറ്റും ഇങ്ങനെ കൈപിടിച്ച് നടക്കുക. ഞങ്ങൾക്കൊരു തലമുറ കിട്ടും, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടും, ഞങ്ങളെ ദൈവം മാനിക്കും, ഞങ്ങളുടെ മുമ്പിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഈ എരിഹോവിനെ പോലെയുള്ള കോട്ടകൾ ഇടിയും എന്ന് പറഞ്ഞ് അവര് പൊട്ടിയ പോലെ നിന്ന് കൈയടിച്ച് ആരാധിക്കുക. ഞാനും സത്യത്തില് ഒന്ന് കണ്ട് ലജ്ജിച്ചു പോയി. പക്ഷെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം ദൈവം എന്തു പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഒരു കൃപ അവർക്ക് ദൈവം കൊടുത്തല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ അത് കഴിഞ്ഞ ശേഷം മുറിയിൽ കയറി അവരോടൊപ്പം ഒരുമിച്ച് സംസാരിച്ചു, പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. ഞാൻ പോയി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവര് സാക്ഷ്യം പറയുകയാണ്. ആമേൻ. 50 വയസ്സ് വരെ അവര് കാത്തിരുന്ന ആ ഒരു വാഗ്ദത്തം അവരെഴുന്നേറ്റ് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പം ആ കോട്ട ഇടിഞ്ഞ് അവർക്കൊരു തലമുറയെ ദൈവം കൊടുക്കാനിടയായി. ഒന്ന് ചോദിച്ചു, പക്ഷെ അവർക്ക് 4 തലമുറകളെ ദൈവം കൊടുക്കാനിടയായി. ഞാൻ ഇന്ന് രാത്രി എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ എന്നിലൂടെ നടന്ന ചില അനുഭവങ്ങളിലൂടെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. നമ്മൾ വാഗ്ദത്തം കേട്ടിട്ട് ഇരിക്കുകയല്ല, വാഗ്ദത്തം കേട്ടിട്ട് കിടക്കുവല്ല, വാഗ്ദത്തം കേട്ടിട്ട് ഉറങ്ങുവല്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി വിശ്വാസത്തിൽ ഉറച്ച് എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് പരിശുദ്ധാത്മാവ് രാത്രി ഇടപെടുകയാണ്. അത് മനുഷ്യർക്ക് അസാധ്യമാണ്,
ദൈവത്തിന് സകലതും സാധ്യമാണ്. ഒന്നും കൂടെ പറയാം, മനുഷ്യർക്ക് അസാധ്യമാണ്, ദൈവത്തിന് സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവം അവരെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുന്നത് കാണാനും ആമേൻ അവരോടൊപ്പം ചേർന്ന് ആരാധിക്കാനും ദൈവം എനിക്കൊരു കൃപ നൽകി. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ബിന്ദു സിസ്റ്ററോട്, ആമേൻ മിനിസ്ട്രിയോട്, ആമേൻ റിജുവിനോട്, തങ്കമ്മ ആമേൻ ദേവദാസിയോട്, സരിതയോട്, ആമേൻ ദേവദാസൻ റവറന്റ് ഷാജി അവറുകളോടൊക്കെ പരിശുദ്ധാത്മാവ്, ആമേൻ സുബിനോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഇന്ന് രാത്രി വെറുതെ നമ്മൾ ഒരു പാട്ടും പാടി ആരാധിച്ച് പ്രാർത്ഥിച്ച് പിരിയുകയല്ല. ഇന്ന് രാത്രി നമ്മൾ പാടിയ പാട്ടിലൂടെ, പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൂടെ, ഈ കേൾക്കുന്ന വചനത്തിലൂടെ നമ്മുടെ അകത്ത് കിടക്കുന്ന വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിക്കുന്ന രാത്രിയായി മാറട്ടെ. നമ്മുടെ അകത്ത് കിടക്കുന്ന വിശ്വാസം ഉണർന്നു കയറുന്ന രാത്രിയായി മാറട്ടെ. ആമേൻ. യെരിഹോവിന്റെ മുൻപിലാണ് എങ്കിൽ ആമേൻ ഇന്ന് രാത്രി ആരാധിക്കാൻ തുടങ്ങ്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്താൻ തുടങ്ങ്. ആമേൻ. ഒരു പൊട്ടനെ പോലെ, പൊട്ടിയ പോലെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ദൈവം പറയുന്ന പോലെ പ്രവർത്തിക്കാൻ തുടങ്ങ്. അടുത്ത മണിക്കൂറുകളിൽ ആമേൻ ആ കണ്ടതായ യെരിഹോവിന്റെ മതില് ഭൂമി പിളർന്ന് താഴെ പോയതുപോലെ ആമേൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ചിലർ ഇന്ന് രാത്രി വിശ്വാസത്താൽ എഴുന്നേൽക്കുമ്പോൾ, വിശ്വാസത്താൽ ആരാധിച്ചു തുടങ്ങുമ്പോൾ, വിശ്വാസത്താൽ ചിലത് കൽപ്പിച്ചു തുടങ്ങുമ്പോൾ എന്നേക്കുമായി ആ യെരിഹോവിന്റെ മതിൽ താണുപോയി ആമേൻ ജയം കിട്ടുന്നത് പോലെ ചില വിടുതലുകൾ ഇന്ന് രാത്രി ദൈവമക്കളുടെ മേൽ കൽപ്പിച്ചാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. അവർ വിശ്വാസത്താൽ മരിച്ചു. ഹല്ലേലൂയ. പലരുടെയും അന്ത്യം ആമേൻ വളരെ ശോചനീയ അവസ്ഥയാണ്. ഈ പ്രാരംഭം ഭയങ്കരമായിരിക്കും. പക്ഷെ അവരുടെ മുൻപോട്ടുള്ള യാത്രയിൽ പ്രതികൂലങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ പ്രതികൂലങ്ങളായി വരുമ്പോൾ ആമേൻ ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പല വിശ്വാസികളെ, പല ദേവദാസന്മാരെ, പല ദൈവമക്കളെയും ആമേൻ പണ്ടത്തെ ആ പ്രാർത്ഥന, പണ്ടത്തെ ആ ചൂട്, പണ്ടത്തെ ആ അഭിഷേകത്തിന്റെ തീ ആമേൻ പിന്നെ കാണാനേ കഴിയാറില്ല. ആമേൻ പിന്നെ കാണാനേ കഴിയാറില്ല. അതെന്നാന്നറിയാവും, ഈ വചനത്തിന്റെ ശക്തി അകത്തില്ലാത്തതുകൊണ്ടാണ്, വചനത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അകത്തില്ലാത്തതുകൊണ്ട്. ദൈവമക്കളെ, അത് ഇന്ന് രാത്രി നമ്മളെ അകത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അകത്ത് കയറി ആമേൻ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ഒരു രാത്രികാലമായി മാറട്ടെ. ഹല്ലേലൂയ. ഒടുവിൽ ആമേൻ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ എൻഡാണ് ദൈവം നോക്കുന്നത്. ആമേൻ ഫിനിഷിംഗ് പോയിന്റ് ആണ് ദൈവം നോക്കുന്നത്. നല്ല പോർ പൊരുതി എന്നൊക്കെ പറയുമ്പം ആമേൻ എന്തുവാ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആമേൻ ഈ ഒരു ദിവസം പോലും എനിക്ക് തോന്നുന്നില്ല പൗലോസ് ഫ്രീ ആയിട്ടിരുന്നെന്ന് തോന്നുന്നില്ല. തന്റെ ശരീരത്തിലെ രോഗമുണ്ട്, ആമേൻ തന്റെ ശരീരത്തില് അസ്വസ്ഥതകളുണ്ട്. പക്ഷെ ആ രോഗങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പൗലോസ് പ്രാർത്ഥിക്കുക, ആ രോഗങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പൗലോസ് മിഷണറി യാത്ര ചെയ്യുക, ആ രോഗങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പൗലോസ് സഭകൾ സ്ഥാപിക്കുകയാണ്. ആമേൻ. അങ്ങനെ താൻ നല്ല പോർ പൊരുതി, നല്ല ഓട്ടം ഓടി എന്നൊക്കെ പറയാൻ പ്രാഗൽഭ്യമുണ്ട്. നല്ല വിശ്വാസം കാത്തു എന്നൊക്കെ പറയാൻ തനിക്ക് പ്രാഗൽഭ്യമുണ്ട്. തന്റെ മരണ സമയവും തനിക്ക് കാണാനും ആ അന്ത്യം, ആ ലാസ്റ്റ് ടൈമും തനിക്ക് വിശ്വാസത്തിൽ തന്നെ നിൽക്കാനും കഴിഞ്ഞു എന്ന് പൗലോസിന് പറയാൻ പ്രാഗൽഭ്യമുണ്ട്. കാരണം രോഗം ഒരു കാരണമായി താൻ കണ്ടില്ല. ആമേൻ. കൂട്ടു സഹോദരങ്ങളുടെ നിന്ദകൾ, കൂട്ടുകെട്ടുകൾ താനൊരു ഭാരമായി കണ്ടില്ല. പിന്നെ തന്റെ കപ്പൽ ഛേദമോ, തന്റെ പട്ടിണിയോ, തന്റെ പൈതാഹമോ, തന്റെ ഉപദ്രവമോ ഇതൊന്നും പൗലോസ് കാര്യമായി കണ്ടില്ല. താൻ ആരെയാണോ വിശ്വസിച്ചത് ആ ദൈവത്തെ തന്റെ ഉപനിധിയായി കണ്ടു. രാമയും പറഞ്ഞ് താൻ ആരെയാണോ വിശ്വസിച്ചത് ആ ദൈവത്തെ തന്റെ ഉപനിധിയായി കണ്ടു. ആ വിശ്വാസം താൻ കാത്തു അവസാനം വരെ. ആമേൻ. നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കാനിടയായി. ഞാൻ ഈ ദൂത് ഇന്ന് രാത്രിയോട് അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ആമേൻ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഇന്ന് രാത്രി ആയിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും ഇടയാക്കിയതിന്റെ പുറകിൽ